പ്രിപ്പയർ ഫോർ എ ന്യൂ സ്റ്റാർട്ട്. തയ്യാറാണോ? ഇപ്പൊ നമ്മുടെ ലൈഫിൽ 2026 ആണ് വരാൻ പോണത് അല്ലെ. അപ്പം ഈ ഇയറിൽ നമ്മൾ എന്തൊക്കെയോ 2025 സ്റ്റാർട്ട് ചെയ്തപ്പോൾ നമ്മൾ എന്തൊക്കെയോ ചിന്തിച്ച് വെച്ചിട്ടുണ്ടായിരുന്നു. പക്ഷെ എത്ര പേർക്ക് അത് നടന്നില്ല അല്ലെ. സാരില്ല പോട്ടെ. കാരണം നമ്മൾ കഴിഞ്ഞതിനെ പറ്റി ആലോചിക്കേണ്ട ആവശ്യമില്ല. നമുക്ക് ഇനി മുമ്പോട്ടുള്ള ദിവസങ്ങളും മുമ്പോട്ടുള്ള വർഷങ്ങളും നമ്മുടെ ഉയർച്ചയും നമ്മുടെ സക്സസും മാത്രം നമ്മൾ ചിന്തിച്ചാൽ മതി. അപ്പം ഇനിയുള്ള മുമ്പോട്ടുള്ള ദിവസത്തിൽ നിങ്ങൾക്ക് സക്സസ് ആവാൻ വേണ്ടി നിങ്ങളെ ലൈഫിനെ നിങ്ങൾക്കൊന്ന് മാറ്റിയെഴുതാം. സക്സസ് എന്ന് പറയുന്നത് ഇങ്ങനെ വിചാരിച്ച് നടക്കുന്ന കാര്യമല്ല. പക്ഷേ നമ്മൾ സ്റ്റാർട്ട് ചെയ്താൽ മാത്രമേ നമ്മുടെ ലൈഫിലേക്ക് അത് വരുള്ളൂ. നമ്മൾ കുഞ്ഞു 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 കാര്യങ്ങൾ പലതുള്ളി പെരുവെള്ളം കേട്ടിട്ടില്ലേ. നമ്മൾ കുഞ്ഞു കുഞ്ഞു കാര്യങ്ങൾ നമ്മുടെ ലൈഫിൽ ചേഞ്ച് വരുത്തുമ്പോഴാണ് നമുക്കൊരു ബിഗ് റിസൾട്ട് കിട്ടുന്നത്. നമ്മൾ വിചാരിക്കും നമ്മൾ ഈ കുഞ്ഞു കുഞ്ഞു കാര്യങ്ങൾ ചെയ്തതിന്റെ പേരിൽ നമുക്ക് ഇങ്ങനെ വലിയ സക്സസ് ആയി ആളാവാൻ പറ്റുക. ഈ കുഞ്ഞു കുഞ്ഞ് വ്യത്യാസങ്ങൾ തന്നെ നമ്മുടെ ലൈഫിന് വലിയ രീതിയിൽ മാറ്റങ്ങൾ വരുത്തുന്നുണ്ട്. അതുകൊണ്ട് ഈ 2026 എന്ന് പറയുന്ന ആ ഒരു വർഷത്തിലേക്ക് നിങ്ങൾ പ്രിപ്പയർ ആവേണ്ട കുറച്ച് കാര്യങ്ങളാട്ടോ ഞാൻ ഇതിൽ പറഞ്ഞ 10 തിങ്സ് പറയാട്ടോ. ഒരു ഹാബിറ്റ് പോലത്തെ കുറച്ച് കാര്യങ്ങൾ നിങ്ങളുടെ ലൈഫിലേക്ക് നിങ്ങൾ കൊണ്ടുവരാൻ വേണ്ടി ശീലിക്കുകയാണെങ്കിൽ, കൊണ്ടുവരാൻ നിങ്ങൾ ഉറച്ച് തീരുമാനം എടുക്കുകയാണെങ്കിൽ നല്ലൊരു ഇയർ ആയിരിക്കും കേട്ടോ. കാരണം നിങ്ങളുടെ കരിയർ വൈസ് ആണെങ്കിലും നിങ്ങൾ സെൽഫ് എത്രത്തോളം നിങ്ങൾ പ്രോപ്പർ ആയിട്ടുള്ള രീതിയിൽ കൊണ്ടുപോകുന്നോ അത് നിങ്ങളുടെ എല്ലാ ഭാഗത്തും കാണിക്കൂട്ടോ. നിങ്ങളുടെ കരിയർ ആയിക്കോട്ടെ, നിങ്ങളുടെ ഫാമിലി ലൈഫ് ആയിക്കോട്ടെ, എല്ലായിടത്തും ഇത് റിഫ്ലക്ട് ആവും. നിങ്ങളെന്ന് പറയുന്ന യുവർ സെൽഫ് അത് എങ്ങനെ ആയിരിക്കണം എന്നുള്ളത് നിങ്ങളാണ് ഡിസൈഡ് ചെയ്യേണ്ടത്. അപ്പം അതിനു വേണ്ടി സഹായിക്കുന്ന ഒരു 10 പോയിന്റ്സ് ആട്ടോ ഞാൻ ഇതിൽ നിങ്ങൾക്ക് വേണ്ടി ഷെയർ ചെയ്യുന്നത്. അപ്പം ആദ്യം തന്നെ പറയാനുള്ള പോയിന്റ് എന്ന് പറയുന്നത് പ്ലാൻ അഹെഡ്. മീൻസ് റൂട്ടീൻ. ന്യൂ ഇയറിന് വേണ്ടിയിട്ട് ഒരു ന്യൂ റൂട്ടീൻ ക്രിയേറ്റ് ചെയ്യുക. അപ്പൊ നമ്മൾ വിചാരിക്കും എന്ത് റൂട്ടീൻ, ഇപ്പോൾ പോകുന്നതൊക്കെ തന്നെയല്ലേ ജീവിതം എന്നുള്ളത്. അല്ലാട്ടോ, ഇപ്പൊ പോകുന്നതിൽ എന്തൊക്കെയോ ചേഞ്ച് കൊണ്ടുവന്നാൽ മാത്രമേ, നമ്മൾ പറയുന്നില്ലേ നമ്മുടെ ലൈഫിൽ എന്തെങ്കിലും ഒരു കുഞ്ഞു ചേഞ്ച് കൊണ്ടുവന്നാൽ മാത്രമേ പിന്നീട് നമുക്കതൊരു മാറ്റമായിട്ട് ഫീൽ ചെയ്യുള്ളൂ, മാറാൻ പറ്റുള്ളൂ. നമ്മൾ ഇപ്പോഴും എങ്ങനെയാണോ അതേ രീതിയിൽ പോവുകയാണെങ്കിൽ അതിനൊരു മാറ്റം എന്ന് പറയാൻ പറ്റില്ലല്ലോ. അപ്പൊ കുഞ്ഞു ചേഞ്ച് കൊണ്ടുവരാൻ വേണ്ടിയിട്ട് തീരുമാനം എടുക്കുക എന്നുള്ളതാണ് വളരെ ഇമ്പോർട്ടന്റ്. ചിലപ്പം നമ്മൾ ഉറക്കായിരിക്കാം കറക്റ്റ് അല്ലാത്തത്, ചിലപ്പോൾ ബാക്കിയൊക്കെ നമ്മൾ കറക്റ്റ് ചെയ്യുന്നുണ്ടാവായിരിക്കാം. പക്ഷെ നമ്മൾ ഉറക്കം എപ്പോഴും ഒരു കറക്റ്റായ ടൈമിലായിരിക്കും നിങ്ങൾ ഉറങ്ങുന്നുണ്ടാവുക, അല്ലെങ്കിൽ കറക്റ്റായിട്ടുള്ള ടൈമായിരിക്കും നിങ്ങൾ എഴുന്നേക്കുന്നുണ്ടാവുക. അവിടെയെങ്കിലും ഒരു ചേഞ്ച് കൊണ്ടുവരാൻ, അല്ലെങ്കിൽ എന്താണോ നിങ്ങളെ ലൈഫിൽ നിങ്ങൾക്ക് തിരിഞ്ഞു നോക്കാൻ, എനിക്ക് പറയാൻ പറ്റില്ല, എനിക്ക് തിരിഞ്ഞു നോക്കിയാൽ അറിയാൻ പറ്റും നിങ്ങളെ ലൈഫിൽ എവിടെയാണ് നിങ്ങൾക്ക് പാഴ്ച വരുന്നത്. നിങ്ങൾ ഒരു കൺസിസ്റ്റന്റ് അല്ലാതിരിക്കുന്ന ഒരു വ്യക്തിയാണ്, എന്ത് കാര്യത്തിൽ ഇറങ്ങിയാലും കൺസിസ്റ്റന്റ് അല്ല. എന്നാൽ അതാണ് എനിക്ക് എടുക്കേണ്ട ഒരു പ്ലാനിലെ ഏറ്റവും ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു കാര്യം. കൺസിസ്റ്റന്റ് ആയിരിക്കുക. എന്ത് ചെയ്യുന്നുണ്ടെങ്കിലും അത് എപ്പോഴും എന്ത് തോൽവി വന്നാലും എന്ത് പ്രശ്നം വന്നാലും അത് എപ്പോഴും ഞാൻ മുന്നോട്ട് കൊണ്ടുപോയിക്കൊണ്ടേയിരിക്കും എന്നുള്ളൊരു കൺസിസ്റ്റന്റ് എന്ന് പറയുന്ന ഒരു കാര്യം. മനസ്സിലായല്ലോ? അപ്പം നിങ്ങൾക്കൊരു ന്യൂ ഇയറിലേക്ക് ഒരു പുതിയ റൂട്ടീൻ, അത് നിങ്ങളുടെ ലൈഫിന് ഒരു റൂട്ടീനായി തന്നെ ഇരിക്കണം കേട്ടോ, ഒരു ചേഞ്ച് ഇല്ലാത്ത ഒരു റൂട്ടീൻ. സെക്കൻഡ് പോയിന്റ് ആയിട്ട് പറയുന്നത് യു സെറ്റ് റിയലിസ്റ്റിക് ഗോൾ എന്ന് പറയുന്നത്. നമ്മളിപ്പം മുമ്പ് നമുക്ക് ഒരുപാട് ഡ്രീം ഉണ്ടായിട്ടുണ്ടാവും, ഗോൾസ് ഉണ്ടായിട്ടുണ്ടാവും. അതൊക്കെ നമ്മൾ ആഗ്രഹിച്ച കാര്യങ്ങളായിരിക്കും നമ്മൾ സെറ്റ് ചെയ്തിട്ടുണ്ടാവുക. ഇപ്പൊ നിനക്ക് നീ എന്താണെന്നും നീ എന്താണെന്നും നിന്റെ കഴിവുകൾ എന്താണെന്നൊക്കെ നല്ല ബോധ്യം ഉണ്ടാവായിരിക്കാം. നമ്മൾ ആഗ്രഹിക്കുന്നതെല്ലാം നമുക്ക് ചെയ്യാൻ പറ്റണം എന്നില്ല. ഇൻ കേസ് എനിക്ക് ഡാൻസ് ഭയങ്കര ഇഷ്ടമാണ്, പക്ഷെ ഞാൻ ഡാൻസ് പോയി കളിക്കണം, ഡാൻസിൽ വലിയ ആളാവണം എന്ന് വെച്ചാൽ അത്രയും ടാലന്റഡ് എനിക്ക് ഇല്ലെങ്കിൽ ഞാൻ ട്രൈ ചെയ്ത് നോക്കി, ഓക്കെ എനിക്ക് മനസ്സിലായി ഇത് അത്രയ്ക്ക് എനിക്ക് ടാലന്റഡ് ആയിട്ടുള്ള ഒരു കാര്യമൊന്നുമല്ല, പക്ഷെ എന്നില് ചിലപ്പം പറ്റുന്ന കുറെ സ്കിൽസ് ഉണ്ടാവും. അപ്പം എന്താണോ നിന്റെ റിയലിസ്റ്റിക് ആയിട്ടുള്ള നിനക്ക് ചെയ്യാൻ പറ്റുന്ന രീതിയിലുള്ള ഗോൾ എന്നുള്ളത് മനസ്സിലാക്കാനും, ഇനി അത്രേ ഉള്ളൂ. നമുക്ക് പെട്ടെന്ന് സക്സസ് ആക്കാൻ പറ്റുന്ന കാര്യമാണ് നമ്മൾ ചൂസ് ചെയ്യേണ്ടത്. ഇപ്പൊ ഞാൻ പറയുന്നത് എനിക്ക് 33 ഇയേഴ്സ് ആയി, അതുകൊണ്ട് തന്നെ ഇനി എന്റെ മുമ്പിൽ ചിന്തിക്കാനൊന്നോ അല്ലെങ്കിൽ പരീക്ഷിച്ചു നോക്കാനോ ടൈമില്ല. അതുകൊണ്ട് തന്നെ ഈ 2026 ഞാൻ ഗോളിനെ സെറ്റ് ചെയ്യുമ്പോൾ, അല്ലെങ്കിൽ എനിക്ക് എങ്ങനെയാണ് ഏത് രീതിയിലാണ് എനിക്ക് ചെയ്യാൻ പറ്റുക എന്നുള്ളത് എനിക്കൊരു ബോധ്യം ഉണ്ടാവുമല്ലോ. ഇത്രയും വർഷം ഞാൻ പരിശ്രമിച്ചതിന്റെ ആ ബോധ്യത്തിൽ ഞാൻ അത് ചെയ്യുക, എന്റെ റിയാലിറ്റിയിൽ ഞാൻ ചെയ്യാൻ വേണ്ടി ശ്രമിക്കുക. അപ്പൊ നമുക്ക് പെട്ടെന്ന് സക്സസിൽ എത്താൻ പറ്റും. മനസ്സിലാകുന്നുണ്ടോ? നമ്മളൊരു കാര്യത്തിന് നമ്മൾക്ക് ആഗ്രഹമുണ്ട്, പക്ഷെ അത് നമ്മളിൽ എത്രത്തോളം ഭാഗമാക്കാൻ പറ്റുന്ന ഒരു കാര്യമാണെന്നുള്ള പറ്റാത്തൊരു കാര്യത്തിനെ നമ്മൾ പിന്നെയും പരിശ്രമിച്ചുകൊണ്ടിരുന്നാൽ നമ്മുടെ ദിവസങ്ങളും വർഷങ്ങളും കടന്നു പോവുള്ളൂ. പക്ഷെ അല്ല, എന്നിൽ ഇതുണ്ട്, ഈ ഒരു കാര്യത്തെ അല്ലെങ്കിൽ ഈ ഒരു സംഭവത്തെ എനിക്ക് മുന്നോട്ട് കൊണ്ടുപോവാണെങ്കിൽ എനിക്ക് സക്സസ് ആവാൻ പറ്റും, അല്ലെങ്കിൽ ഞാൻ അവിടെ എത്തിച്ചേരും എന്ന് മനസ്സിലാക്കാനുള്ള ഒരു പ്രാപ്തി. പല ആൾക്കാരും പറയാറില്ലേ ഡോക്ടർ ആയിരിക്കാം, പക്ഷെ ഡോക്ടർ എന്ന് പറയുന്ന ആ ഒരു ഫീൽഡിനേക്കാൾ അറിയാൻ എനിക്ക് ആക്ടിങ് ആണ് ഇഷ്ടം എന്ന് പറഞ്ഞിട്ട് അത് ചെയ്തതിന് സക്സസ് ആക്കി കൊണ്ടുവന്നിട്ടുണ്ടാവും അവര്. കാരണം എൻ്റർലി ഡിഫറെന്റ് ആണ്. കാരണം അവർ പഠിക്കുന്ന സമയത്ത് അവർക്ക് അറിയില്ലേ എന്നോട്, കാരണം ഇഷ്ടമാണ്, ഡോക്ടർ എന്ന് പറയാൻ ഇഷ്ടമാണ്. അത് പഠിച്ചു പാസ്സായതുകൊണ്ടാണല്ലോ ഡോക്ടർ ആയത്. പക്ഷേ എന്നാൽ പോലും അവർക്ക് അതിനേക്കാളേറെ അവരുടെ ലൈഫിലേക്ക് കുറച്ചും കൂടെ അവർ സക്സസ് ആവാൻ വേണ്ടിയിട്ട് അവർക്ക് ഒരു ചാൻസ് കൊടുത്തിട്ടുള്ളത് അവരുടെ ഒരു ആക്ടിങ് ആണ്. അതുപോലെ നിങ്ങളിൽ മനസ്സിലാക്കുക എന്താണ് റിയൽ ആയിട്ട് നിങ്ങൾ ഗോൾ എന്നുള്ളത്. അത് നിങ്ങൾ സെറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് തീരുമാനം എടുക്കുക. വർഷങ്ങൾ ഇനി ഇല്ല, കുറഞ്ഞു വരികയാണ്. ഓരോ വർഷം കഴിയുന്തോറും നമ്മുടെ വയസ്സ് കൂടിക്കൊണ്ടിരിക്കുകയാണ്. അതുകൊണ്ട് അതിനൊന്ന് മനസ്സിലാക്കിയിട്ട് ഇനി ഗോൾസ് സെറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് ഒരു തീരുമാനം എടുക്കുക.
മൂന്നാമതായിട്ട് പറയാനുള്ളത് അക്നോളജ് ചേഞ്ച്. നിങ്ങൾ അംഗീകരിക്കുക നിങ്ങളെ ലൈഫിൽ വന്നിട്ടുള്ള ചേഞ്ചസ് ആണെങ്കിലും. ഞാനിപ്പോ പറഞ്ഞ പോയിന്റുമായിട്ട് ഇത് ബന്ധമുണ്ട്. കാരണം നമ്മൾ ഒരു കാര്യത്തെ അത്രയും സ്വപ്നം കണ്ടു, നമുക്ക് അതിന്റെ കുറച്ചൊക്കെ സ്കില്ലുണ്ട്, പക്ഷെ നമ്മൾ അതിനെ ഒരുപാട് ഈ ഒരു വർഷം മുഴുവൻ നമ്മൾ അതിനെ പ്രാക്ടീസ് ചെയ്ത് കാര്യങ്ങളൊക്കെ കൊണ്ടുവന്നിട്ടും നമുക്കതിനെ പ്രോപ്പർ ആയിട്ടുള്ള രീതിയിൽ എത്തിക്കാനോ ഒന്നും പറ്റുന്നില്ലെങ്കിൽ നിങ്ങൾ ആ ചേഞ്ചിനെ മനസ്സിലാക്കുക. ഇറ്റ്സ് എ റിയാലിറ്റി. അതിനെ അംഗീകരിക്കുക. അതായത് അതിനെ അംഗീകരിക്കാതെ പിന്നെയും അതിന്റെ പിന്നിലേക്ക് ഓടാതിരിക്കാൻ വേണ്ടിയിട്ടാണ് ഈ പറയുന്നത്. കാരണം നമുക്ക് സക്സസ് ആവാന്നുള്ളതാണ് നമ്മുടെ ഇമ്പോർട്ടന്റ്. നമ്മൾ ഇത്ര വയസ്സിനുള്ളിൽ നമ്മളൊരു സക്സസ് പേഴ്സൺ ആവാന്നുള്ളതാണ്. അപ്പം നമ്മൾ എടുക്കുന്ന ഡിസിഷൻ തെറ്റായി പോയിക്കൊണ്ടേയിരിക്കുമ്പോൾ നമുക്ക് ദൂരം ഒരുപാട് ആയിക്കൊണ്ടിരിക്കുകയാണ് നമ്മുടെ സക്സസിലേക്ക്. നമ്മളിനി നമ്മുടെ സക്സസിലേക്കുള്ള ദൂരം കുറയ്ക്കുകയാണ് വേണ്ടത്. അതുകൊണ്ട് തന്നെ അംഗീകരിക്കുക ചേഞ്ചസ്. നിങ്ങളുടെ ഉള്ളിലെ ചേഞ്ചസിനെ നിങ്ങൾ അംഗീകരിക്കാൻ വേണ്ടി പഠിക്കുക. നിങ്ങൾ ഇരുന്ന് ചിന്തിക്കുക, നിങ്ങൾ ഇത് എന്നെ കൊണ്ട് പറ്റില്ല, അതിനെ അംഗീകരിക്കുക. എന്നിട്ട് പറ്റുന്നത് എന്താണെന്ന് തിരയാനും അതിന് പിന്നാലെ പോകാനും വേണ്ടി ശ്രമിക്കുക. അപ്പം എപ്പോഴും നമ്മൾ ആഗ്രഹിച്ചതെല്ലാം നമുക്ക് നേടിയെടുക്കുമല്ല, ആഗ്രഹിച്ചതാണ് എനിക്ക് നേടേണ്ടത് എന്ന് ചിന്തിക്കുമ്പോൾ അതിന് മാത്രം സ്കില്ലുണ്ടോ അല്ലെങ്കിൽ അതിന് മാത്രം എന്നെ കൊണ്ട് പറ്റുന്നുണ്ടോ, ഈ ഒരു വകയുള്ള ചിന്തകളും നമ്മുടെ ഉള്ളിൽ ഉണ്ടാവണം. നമ്മൾ എന്താ ബോധം കൂടെ നമ്മുടെ ഉള്ളിൽ ഉണ്ടാവണം. അപ്പൊ നമ്മൾ അംഗീകരിക്കുക. നമ്മുടെ ലൈഫിൽ എന്താണോ ചേഞ്ചസ് ഉണ്ടായിട്ടുള്ളത് ആ ചേഞ്ചസിനെ അംഗീകരിക്കുക. ഇനിയത്തെ ഒരു വർഷം എടുക്കുമ്പോൾ ഒരിക്കലും നമ്മുടെ റിയാലിറ്റിന്റെ മുമ്പിൽ കണ്ണടച്ചിട്ട് മുന്നോട്ട് പോകാണ്ടിരിക്കരുത്. കാരണം നമ്മള് റിയാലിറ്റിനെ കണ്ണടച്ചിട്ട് പിന്നെയും അതിന്റെ പിന്നാലെ തന്നെ ഓടിക്കൊണ്ടിരിക്കുമ്പോൾ എനിക്ക് സക്സസ് ആവാൻ പറ്റാത്ത എന്താണെന്ന് ചിന്തിക്കുമ്പോൾ അത് ഒരുപാട് ദൂരമുള്ളതാണ്. ഒരു പക്ഷേ ചിലപ്പോൾ ഒരുപാട് വർഷങ്ങൾ എടുത്ത് നിങ്ങൾക്ക് പ്രാക്ടീസ് ചെയ്ത് അവിടെ എത്താൻ പറ്റുമായിരിക്കും. പക്ഷെ വർഷങ്ങൾ കടന്ന് നമ്മളൊരു സക്സസിലേക്ക് എത്തിയിട്ട് കാര്യമില്ല, നമുക്ക് പെട്ടെന്നാവണ്ടേ. നമ്മളെ ലൈഫ് നമുക്ക് ഭയങ്കര അടിച്ചു പൊളിച്ച് ജീവിക്കണ്ടേ. അപ്പം നമ്മൾ സക്സസിന് നമ്മൾ എത്രത്തോളം നമ്മൾ അടുത്തേക്ക് എത്തിക്കാൻ പറ്റുമെന്നാണ് നമ്മൾ ചിന്തിക്കേണ്ടത്. അതുകൊണ്ട് തന്നെ ഒരു 2026 നിങ്ങൾ ചിന്തിക്കേണ്ട ഒരു കാര്യമാണത്. നിങ്ങളിലെ ചേഞ്ചസിനെ നിങ്ങൾ അംഗീകരിക്കാൻ വേണ്ടി പഠിക്കുക. ഇനി അടുത്തത് പറയാനുള്ളത് മാനേജ് സ്ട്രെസ്. എന്ന് പറയുന്നത് നമുക്ക് സ്ട്രെസ്സിനെ മാനേജ് ചെയ്യാന്ന് പറയുന്നത് ഒരു പരിധി വരെ നമ്മുടെ കയ്യിലുണ്ട്, ഒരു പരിധി വരെ നമ്മുടെ കയ്യിൽ നിന്ന് പോയ കാര്യമാണ് അല്ലെ. നമുക്ക് വർക്കിലും ലൈഫിലൊക്കെ നമ്മളറിയാതെ വന്നു പോകുന്ന പ്രശ്നങ്ങൾ കൊണ്ട് നമുക്ക് ഒരുപാട് സ്ട്രെസ് ഉണ്ടാവാം. അതല്ലാതെ നിങ്ങളുടെ ബോഡിനെ ലിസൺ ചെയ്തിട്ട് നമ്മളെ ലൈഫിൽ നമുക്ക് കുറെ മാറ്റങ്ങൾ ഹാബിറ്റ്സ് കൊണ്ടുവരുമ്പോൾ നമുക്ക് സ്ട്രെസ് റിലീഫ് ആവുന്നുണ്ട്. ഈ പറഞ്ഞ പോലെ ഇപ്പോൾ നിങ്ങളുടെ ലൈഫിൽ ഇല്ലാത്ത കാര്യങ്ങളായിരിക്കാം ചിലപ്പം ഒരുപാട് കാര്യങ്ങൾ ഉണ്ടാവും. എക്സസൈസ് ആയിക്കോട്ടെ, നിങ്ങളൊരു പ്രോപ്പറായിട്ട് ഡയറ്റ് ആയിക്കോട്ടെ. എല്ലാവർക്കും എനിക്ക് തോന്നുന്നു പൊതുവെ എല്ലാവർക്കും ഇല്ലാത്തൊരു വലിയ കാര്യമാണ് സ്ലീപ്പിംഗ് ഷെഡ്യൂൾ എന്ന് പറയുന്നത്. കറക്റ്റ് ആയിട്ട് ടൈം ഉറങ്ങുക, എഴുന്നേക്കുക, അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ. ഇതൊക്കെ നിങ്ങൾ പ്രോപ്പറായിട്ട് കൊണ്ടുവരുമ്പോൾ ഓട്ടോമാറ്റിക്കലി നിങ്ങളുടെ കയ്യിൽ നിന്ന് പോകുന്ന കുറച്ച് സ്ട്രെസ്സിന്റെ ഒക്കെ നിങ്ങൾക്ക് മാനേജ് ചെയ്യാൻ ഈ വക നിങ്ങളുടെ ഹാബിറ്റ്സുകൾ നിങ്ങളെ സഹായിക്കും. അപ്പൊ തീർച്ചയായിട്ടും നിങ്ങൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യമുണ്ട്. നിങ്ങൾ ലൈഫിൽ നിങ്ങൾ ഹെൽത്തി ആയിരിക്കുമ്പോഴാണ് ഇരുന്നാൽ മാത്രമേ നിങ്ങൾക്ക് എല്ലാം അച്ചീവ് ചെയ്യാൻ പറ്റുള്ളൂ. ഇപ്പൊ 2026 ആണെങ്കിലും ആ വർഷം കംപ്ലീറ്റ് ചെയ്യണമെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾക്ക് എന്താ വേണം, നല്ല ഹെൽത്തി ആയിട്ടുള്ള ഒരു ബോഡി വേണം. അപ്പൊ നിങ്ങൾക്ക് നല്ല ഹെൽത്തി ആയിട്ടുള്ള മൈൻഡ് ഉണ്ടാവും. അപ്പൊ തീർച്ചയായിട്ടും നിങ്ങൾ സ്ട്രെസ്സിനെ മെയിൻറ്റെയിൻ ചെയ്യാൻ വേണ്ടിയിട്ട് തീരുമാനം എടുക്കുക. അത് നിങ്ങളുടെ കയ്യിൽ നിന്ന് പോയ കാര്യങ്ങൾ ഉണ്ടാവാം, പക്ഷേ നിങ്ങളുടെ കയ്യിൽ നിങ്ങൾക്ക് ചെയ്യാൻ പറ്റുന്ന കുറച്ച് കാര്യങ്ങളുണ്ട് ഞാൻ ഇപ്പൊ പറഞ്ഞേ. അതിനെ നിങ്ങൾ പ്രോപ്പറായിട്ട് കൊണ്ടുപോകാൻ വേണ്ടിയിട്ട് തീർച്ചയായിട്ടും തീരുമാനം എടുത്തേ പറ്റുള്ളൂ. ഞാൻ എടുക്കട്ടോ, കാരണം എനിക്ക് എക്സസൈസ് എപ്പോഴും റെഗുലർ ആണ്. കാരണം കുട്ടികളുള്ളതുകൊണ്ട് എനിക്ക് ഭയങ്കര പാടാണ്. പക്ഷേ ഞാനും തീരുമാനിക്കുന്ന ഒരു കാര്യമാണ് അതെനിക്ക് റെഗുലർ ആയിട്ട് കൊണ്ടുപോകണം എന്നുള്ളത്. ഹെൽത്ത് ഈസ് മസ്റ്റ് ആട്ടോ. ഹെൽത്ത് പ്രോപ്പർ ആണെങ്കിൽ ഈ പറഞ്ഞ സ്ട്രെസ്ഡ് എന്ന് പറയുന്ന കാര്യം നമുക്ക് കുറയ്ക്കാൻ പറ്റും. അത് മൂലമുണ്ടാകുന്ന ഒരുപാട് അസുഖങ്ങളുണ്ട്, അതൊക്കെ നമ്മുടെ ലൈഫിൽ നിന്ന് വരാതിരിക്കാൻ നമ്മളെ ഒരുപാട് സഹായിക്കും കേട്ടോ. ഡോണ്ട് ട്രൈ ടു അച്ചീവ് എവറിത്തിങ് അറ്റ് വൺസ്. നമ്മുടെ ലൈഫിൽ നമ്മൾ എല്ലാ കാര്യവും നമുക്ക് ഒന്നിച്ച് കിട്ടണം എന്ന് കരുതിയാൽ നടക്കില്ല കേട്ടോ. നമുക്ക് ഡ്രീംസ് പറയാനും അല്ലെങ്കിൽ നമുക്കൊരു വർഷാരംഭത്തിൽ നമുക്ക് എഴുതി വെക്കാൻ ഒരുപാട് കാര്യങ്ങളുണ്ടാവും. എനിക്കത് ഇത് ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ഈ വർഷം മുഴുവൻ ആകുമ്പോഴേക്കും എനിക്ക് കംപ്ലീറ്റ് ചെയ്യണം, അതിലേക്ക് എനിക്ക് നേട്ടങ്ങൾ നേടണമെന്നൊക്കെ ഞാൻ തന്നെ എഴുതി വെച്ചിട്ടുണ്ട് കേട്ടോ. എനിക്ക് കഴിഞ്ഞ വർഷം എഴുതി വെച്ചിട്ടുള്ള കാര്യങ്ങളൊക്കെ എനിക്ക് വായിച്ചു നോക്കുമ്പോൾ ഒരുപാട് സന്തോഷം തോന്നിയിട്ടുണ്ട്. കാരണം വിചാരിച്ചതിലും അപ്പുറം എനിക്ക് നേടിയെടുക്കാൻ പറ്റിയിട്ടുണ്ട്. അത് എൻ്റെ ലൈഫിൽ ഞാൻ കൊണ്ടുവന്നിട്ടുള്ള ഹാബിറ്റ്സുകളും ഞാൻ എൻ്റെ മനസ്സിനെ അത്രയും കട്ടിയായിട്ട് ഉറച്ചു കൊണ്ടുവന്നത് കൊണ്ടൊക്കെ ആയിരിക്കാം മേ ബി. അതുപോലെ തന്നെ എനിക്ക് നിങ്ങളോട് പറയാനുള്ളത്, ലൈഫിൽ നമുക്ക് എന്തെങ്കിലും ഒരു കാര്യങ്ങൾ നമ്മൾ അച്ചീവ് ചെയ്യണം, കുറെ കാര്യങ്ങൾ എഴുതിയിട്ടുണ്ടാവും, പക്ഷെ എല്ലാം കൂടെ ഒന്നിച്ചു കൊണ്ടുവരാൻ പറ്റണമെന്നില്ല. പക്ഷേ ഫോർ എക്സാമ്പിൾ പറയാം, നമ്മുടെ കരിയർ എന്ന് പറയുന്നത് നമ്മുടെ ഇമ്പോർട്ടന്റ് ആണ്. അതിന്റെ കൂടെ നമുക്ക് എക്സസൈസ്, നമ്മുടെ ഹെൽത്തിന്റെ കാര്യം, അതൊക്കെ നമുക്ക് ഒന്നിച്ച് തന്നെ കൊണ്ടുവരാം. അതല്ലാതെ ഇപ്പൊ ഒരു കരിയർ ഒറ്റ ഒരു കാര്യം എടുത്ത് നോക്കാം. ഈ ഒരു കാര്യത്തിൽ നിങ്ങൾക്ക് നല്ലൊരു പോസ്റ്റിൽ ഇരിക്കണം, അതേപോലെ തന്നെ നല്ലൊരു സാലറി വേണം, എനിക്ക് പെർമനന്റ് ആയിട്ടുള്ള ഒരു വർക്ക് വേണം. ഇങ്ങനെ നിങ്ങൾ ചിന്തിക്കുമ്പോൾ ഇതൊക്കെ നിങ്ങൾക്ക് ഒന്നിച്ച് കിട്ടണമെങ്കിൽ ഭയങ്കര പാടാണ്. നിങ്ങൾ ഹാർഡ് വർക്ക് ചെയ്ത് നിങ്ങളൊരു ഏത് പോസ്റ്റിലായിരിക്കുന്ന അവിടെ ഹാർഡ് വർക്ക് ചെയ്തിട്ട് അവിടെയുള്ള സാറായിക്കോട്ടെ നിങ്ങളുടെ ബോസ് അവരെ ഇംപ്രസ് ചെയ്തിട്ട് നിങ്ങൾക്ക് ഒരു പൊസിഷൻ മേടിക്കുക എന്നുള്ളതാണ് ഇമ്പോർട്ടന്റ്. അതിനുശേഷം നിങ്ങൾ സാലറിയെ പറ്റി ചിന്തിക്കേണ്ടത്. അല്ലാതെ എല്ലാം ഒന്നിച്ച് ചിന്തിക്കുകയാണെങ്കിൽ നിങ്ങൾക്ക് കിട്ടില്ല. അത്
നേടിയെടുക്കണമെങ്കിൽ വലിയ പാടാണ്, വലിയ അപകടത്തിലേക്ക് പോകും. അത് പറയുന്നത് എല്ലാം ഒന്നിച്ച് കിട്ടാൻ വേണ്ടിയിട്ട് ട്രൈ ചെയ്യരുത്, അല്ലെങ്കിൽ എല്ലാം ഒന്നിച്ച് വരണം എന്ന് വിചാരിച്ചിട്ട് നമ്മൾ, അപ്പൊ നമുക്ക് ഈ ഒരു ഹാപ്പിനെസ് കാണാൻ പറ്റില്ല. നീ കഷ്ടപ്പെട്ട് വർക്ക് ചെയ്തു, നിനക്ക് ഒരു പൊസിഷൻ തന്നു വിചാരിക്കും, പക്ഷെ എനിക്ക് സാലറി ഇൻക്രിമെന്റ് ആയില്ലല്ലോ എന്ന് ആലോചിച്ച് വിഷമിച്ചാൽ നിനക്ക് കിട്ടിയ ആ പോസ്റ്റിന്റെ വാല്യൂ പോലും നിനക്ക് ഉണ്ടാവില്ല, നിന്റെ മനസ്സിനുണ്ടാവില്ല. നമ്മുടെ മനസ്സിന് നമ്മൾ സന്തോഷം കൊടുക്കണം. അതാണ് ഏറ്റവും ഫസ്റ്റ് ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു കാര്യം. സന്തോഷവും പീസ്, സമാധാനം, ഇത് നമുക്ക് ഉണ്ടാക്കുക എന്നുള്ളതാണ് ഏത് ഇയറിലും നമ്മൾ എടുക്കേണ്ട അജണ്ടയിലെ ഫസ്റ്റ് കാര്യം എന്ന് പറയുന്നത്. അപ്പോൾ നിങ്ങളൊരു വർക്കിൽ ഇരുന്നിട്ട് എല്ലാം കൂടെ ഒന്നിച്ച് അങ്ങോട്ട് വേഗം കിട്ടണം എന്ന് ചിന്തിക്കരുത്. എല്ലാം വളരെ മെല്ലെ മെല്ലെ മെല്ലെ. കാരണം നിങ്ങൾ അച്ചീവ് ചെയ്യേണ്ട കാര്യം നിങ്ങൾ അച്ചീവ് ചെയ്യാൻ വേണ്ടി വളരെ ഫാസ്റ്റ് ആയിട്ട് പോകണം. പക്ഷെ കിട്ടുന്നല്ല ഒന്നിച്ച് കിട്ടാൻ വേണ്ടിയിട്ടുള്ള പരിപാടിയിലേക്ക് ഇറങ്ങിത്തിരിക്കരുത്. നിങ്ങൾക്ക് എടുക്കാവുന്ന ഒരു കാര്യം കേട്ടോ, റിവാർഡ് യുവർ സെൽഫ് എന്നുള്ളത്. നമ്മൾ കുഞ്ഞു മക്കൾക്ക് എന്ത് കാര്യം ചെയ്ത് കഴിഞ്ഞ് വന്നാലും അവർ എന്തെങ്കിലും സ്പെഷ്യൽ ആയിട്ട് ഒരു മൈൽ സ്റ്റോൺ കാണിച്ച് നമ്മൾ പറയും ഗുഡ് ഗേൾ, ഗുഡ് ബോയ് ട്ടോ, അമ്മ എന്തെങ്കിലും മേടിച്ചു തരുന്നോ, അല്ലെങ്കിൽ ഒരു ഉമ്മ കൊടുത്തിട്ടാണെങ്കിലും ദിസ് ഗിഫ്റ്റ് ഫോർ യു എന്ന് പറഞ്ഞിട്ട് നമ്മൾ ചെയ്യില്ലേ അവരുടെ അടുത്ത്. അതുപോലെ നമ്മൾക്കും എപ്പോഴും റിവാർഡ് തരാൻ വേണ്ടിയിട്ട് തയ്യാറെടുക്കുക. അത് നമുക്ക് വേണ്ടി സ്വന്തമായിട്ട് പുറത്തേക്ക് പോകുന്ന ഒരു ഔട്ടിംഗ് ആയിരിക്കാം, അല്ലെങ്കിൽ ഒരു ഡ്രസ്സ് നമ്മൾക്ക് വേണ്ടി തന്നെ, ഞാൻ ഈ ചെയ്തത് അത്രയും പ്രൗഡ്ഫുൾ ആണെന്ന് പറഞ്ഞ് നമ്മൾ നമുക്ക് വേണ്ടി തന്നെ പർച്ചേസ് ചെയ്യുന്ന ആയിരിക്കാം. എന്തായിക്കോട്ടെ, അത് നമ്മൾ നമുക്ക് വേണ്ടി തന്നെ കാണിക്കുന്ന ഒരു വലിയ നീതിയാട്ടോ. നമ്മൾ നമുക്ക് വേണ്ടി ചെയ്യുന്ന ഏറ്റവും ഒരു സന്തോഷപൂർണ്ണമായിട്ടുള്ള കാര്യം. നമ്മൾ മറ്റുള്ളവരിൽ നിന്നൊന്നും പ്രതീക്ഷിക്കേണ്ട ആവശ്യമില്ല കേട്ടോ. എന്റെ ലൈഫ് എന്റേതാണ്, ഞാൻ ഇൻഡിപെൻഡന്റ് ആണ്, ഞാൻ എന്റെ കാര്യങ്ങളൊക്കെ ചെയ്യാൻ പ്രാപ്തിയുള്ളവനാണ്. മറ്റുള്ളവർ നമ്മൾ പ്രതീക്ഷിക്കേണ്ട ആവശ്യമില്ല. അവർ തരികയാണെങ്കിൽ നമ്മൾ ഹാപ്പിയാണ്. പക്ഷേ നമ്മൾ നമുക്ക് വേണ്ടി ചെയ്യാവുന്ന വലിയൊരു കാര്യമാണിത്. ഇത് അങ്ങോട്ട് പ്രാക്ടീസ് ചെയ്യാൻ വേണ്ടിയിട്ട് ഒന്ന് തീരുമാനം എടുക്കാട്ടോ. അത് ഒരു വലിയ സന്തോഷം നിങ്ങൾക്ക് തരും. നിങ്ങളുടെ മാനസിക വളർച്ച കൂട്ടാനും, നിങ്ങളുടെ എല്ലാം ഒരു വർഷത്തെ ആയിക്കോട്ടെ, നിങ്ങളുടെ ലൈഫ് മുമ്പോട്ട് അങ്ങോട്ട് നിങ്ങൾ ഒരുപാട് രീതിയിൽ ചിന്തിക്കാനും നിങ്ങളുടെ ലൈഫിൽ ഒരുപാട് നേട്ടങ്ങൾ നേടാനും പറ്റുന്ന ഒരു പോയിന്റ് ആട്ടോ ഞാനിപ്പോ പറയാൻ പോണത്. റീഡ് ടു ലോട്ട് അല്ലെങ്കിൽ ലേൺ ടു ലോട്ട്. നിങ്ങൾ നന്നായി പഠിക്കുക അല്ലെങ്കിൽ നന്നായി വായിക്കുക എന്നുള്ളത്. നന്നായിട്ട് വായിക്കുന്നത് നമ്മുടെ ലൈഫിനെ, നമ്മുടെ ചിന്തകളെ വളർത്താൻ വളരെയധികം സഹായിക്കും കേട്ടോ. നിങ്ങളിപ്പോ ഒരു 33 വയസ്സ് 40 വയസ്സുള്ള ഒരു ആൾക്കാരാണെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങളുടെ ഫോക്കസ് എപ്പോഴും പോകുന്നത് നിങ്ങളുടെ കരിയർ, നിങ്ങൾ സെറ്റിൽ ആവാൻ എന്നുള്ളതാണ്. അപ്പൊ അതിന് റിലേറ്റഡ് ആയിട്ടുള്ള ഒരുപാട് ബുക്സ് ഉണ്ട്. മണി റിലേറ്റഡ്, മൈൻഡ് പവറിന്റെ റിലേറ്റഡ് ആയിട്ടുള്ള കാര്യങ്ങളൊക്കെ ആയിട്ടുള്ള അങ്ങനത്തെ ബുക്സ് നിങ്ങൾക്ക് വായിക്കുമ്പോൾ കുറച്ചും കൂടെ നിങ്ങൾ എങ്ങനെ പൈസ കൺട്രോൾ ചെയ്യണം, എങ്ങനെ നമ്മുടെ മനസ്സിനെ കൺട്രോൾ ചെയ്യണം, ഇങ്ങനെയുള്ളതൊക്കെ വായിക്കുമ്പോൾ നിങ്ങൾക്ക് കുറച്ചും കൂടെ നിങ്ങളുടെ ജേർണി കുറച്ചും കൂടി ഈസി ആക്കും. അതിനോടൊപ്പം തന്നെ നമ്മൾ ഭയങ്കര ക്രിയേറ്റീവ് ആയിട്ടുള്ള ആൾക്കാരായിരിക്കും, ഭയങ്കര സ്വീറ്റ്നെസ് ഉള്ള ആൾക്കാരായിരിക്കും, നമ്മുടെ മനസ്സിൽ എപ്പോഴും സന്തോഷിക്കാൻ ആഗ്രഹിക്കുന്ന ആൾക്കാരായിരിക്കും. അങ്ങനെയുള്ള നോവൽസ് കാര്യങ്ങളൊക്കെ വായിക്കുമ്പോൾ നമുക്ക് ഒരു പ്രത്യേകതര ഫീലിങ്സ് വേറെയാണത്. നമ്മളത് വേറൊരു രൂപത്തിലേക്ക്, വേറൊരു ഫീലിങ്സിലേക്കാണ് കൊണ്ടുപോകുക. അപ്പൊ റീഡിങ് നമ്മൾ ഒരുപാട് സഹായിക്കുന്നുണ്ട് നമ്മളെ ലൈഫ് പീസ്ഫുൾ ആക്കാനും, നമ്മളെല്ലാ കാര്യങ്ങളിലും. അതേപോലെ തന്നെ ലേൺ ടു ലോട്ട് എന്ന് പറഞ്ഞാൽ ഒരുപാട് കാര്യങ്ങൾ പഠിക്കാൻ ശ്രമിക്കുക. പഠിക്കുക എന്നുള്ളത് ഇമ്പോർട്ടന്റ് ആയിട്ടോ. നമ്മളിപ്പം ജീവിക്കുന്നത് 2026 പോകുന്നത്. ഇപ്പൊ നമ്മളെ AI യുഗമായിട്ടുണ്ട്. എത്ര പേർക്ക് അതിനെ പറ്റിയൊക്കെ നന്നായിട്ട് അറിയാം? എനിക്ക് തന്നെ അറിയില്ല കേട്ടോ. കാരണം ഞാൻ നോക്കുന്നുണ്ട്, പക്ഷെ എനിക്ക് തന്നെ ഒരു വിലപ്പെടുത്തില്ല. അപ്പം പക്ഷേ ഈ പറഞ്ഞ പോലെ കമ്പ്യൂട്ടർ എന്താണെന്നോ ഫോൺ എന്താണെന്നോ തിരിച്ചറിയാത്ത ഒരു കാലത്ത് നമ്മൾ ഇവിടെ എത്തിയില്ലേ. അപ്പൊ നമ്മൾ മുമ്പോട്ട് പോകുമ്പോൾ നമ്മൾ കാര്യങ്ങൾ പഠിച്ചെടുക്കാൻ, നമ്മൾ ന്യൂ സ്കിൽസ്, നമ്മുടെ ജീവിതവുമായിട്ട് ബേസ് ചെയ്തിട്ടുള്ള, നമ്മുടെ വർക്കുമായിട്ട് ബേസ് ചെയ്തിട്ടുള്ള ഇതൊക്കെ കൂടുതൽ പഠിക്കാനും എപ്പോഴും ശ്രമിച്ചുകൊണ്ടേയിരിക്കാം. അത് നമ്മളെ ലൈഫിനെ സക്സസ് ആക്കാൻ സഹായിക്കുന്നതാണ്. അതേപോലെ തന്നെ നിങ്ങളുടെ ലൈഫ് ഹാപ്പി ആൻഡ് പീസ്ഫുൾ ആവാനും സഹായിക്കുന്നതാണ്. ടു ലവ് യുവർ സെൽഫ് മോർ ദാൻ ദാറ്റ്. എന്തിനേക്കാളും നിങ്ങൾ നിങ്ങളെ സ്നേഹിക്കാൻ വേണ്ടിയിട്ട് തീരുമാനമെടുക്കുക. നിങ്ങളെ അടുത്ത വർഷം നിങ്ങൾ അങ്ങനെ ആയിരിക്കണം. നിങ്ങളുടെ കാര്യങ്ങളെ നിങ്ങൾ ഒരുപാട് സ്നേഹിക്കാനും, നിങ്ങളെ അറിയാനും, നിങ്ങളെ മനസ്സിലാക്കാനും വേണ്ടിയിട്ട് നിങ്ങൾ ടൈം കണ്ടെത്തണം. നിങ്ങളെ മനസ്സിലാക്കണം, നിങ്ങളെ സ്നേഹിക്കണം. എന്റെ ഹസ്ബൻഡ് സ്നേഹിക്കുന്നില്ലല്ലോ, അല്ലെങ്കിൽ എന്റെ പാർട്ട്ണർ എന്നെ അത്രയധികം മനസ്സിലാക്കുന്നില്ലല്ലോ, അവൻ എന്തുകൊണ്ട് എന്നെ ഞാൻ സ്നേഹിക്കുന്ന അത്രയും സ്നേഹിക്കുന്നില്ല, ഇങ്ങനെയൊക്കെ ചിന്തിക്കുന്നതിനേക്കാൾ ഉപരി നിങ്ങളെ സ്നേഹിക്കുകയാണെങ്കിൽ നമുക്കൊരിക്കലും പരിഭവം ഉണ്ടാവില്ല. നമ്മളെ എന്തുകൊണ്ട് മറ്റുള്ളവർ കെയർ ചെയ്യുന്നില്ല അങ്ങനെയുള്ള രീതിയിൽ നമുക്ക് നമ്മൾ തന്നെ ഓക്കെ ആണെങ്കിൽ പിന്നെ ഇതിന് മറ്റൊരാളുടെ ആവശ്യം. ശരിയാണ്, ഫീലിങ്സ്, ഇമോഷൻസ് ഒക്കെ നമുക്ക് എപ്പോഴും പങ്കുവയ്ക്കാൻ ആൾക്കാർ വേണം. പക്ഷെ നമ്മൾ കൂടുതൽ ആക്സെപ്റ്റ് അവരെ നമുക്ക് വേണം എന്നുള്ള ഒരു ഉള്ളത് കൊണ്ടല്ലേ നമുക്ക് അങ്ങനെ ഒരു ഫീല് വരുന്നത്. അപ്പൊ നമ്മൾ തൃപ്തരാണ്. നമുക്ക് ഇപ്പൊ പുറത്തൊന്ന് പോകണം, നമ്മൾ പുറത്തു പോകുന്ന കാഴ്ചകളിൽ നമ്മളെ തന്നെ ഉള്ളിൽ നിന്ന് തന്നെ കണ്ട് ആസ്വദിക്കാൻ നമ്മൾ വില്ലിങ് ആണെങ്കിൽ, നമുക്കൊരാൾ കൂടി ഇല്ലെങ്കിൽ എന്താ അല്ലെ? കൂടെ ഒരാൾ ഉണ്ടാവാൻ പാടില്ല എന്നല്ല കേട്ടോ, ഉണ്ടാകണം. അത് വളരെ ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ഒരു കാര്യമാണ്. പക്ഷേ നമ്മളെല്ലാവരും ബിസി ലൈഫാണ്. നമുക്ക് എത്രത്തോളം 100% ഈ പറഞ്ഞ പോലെ അവരുടെ അടുത്ത് നീതി പുലർത്താൻ പറ്റുന്നുണ്ടോ? അപ്പൊ തിരിച്ച് അവരിൽ നിന്ന് വേണം നമ്മൾ ആഗ്രഹിക്കുന്നത് വളരെ തെറ്റല്ലേ? കാരണം നമ്മൾ സാഹചര്യങ്ങൾ മനസ്സിലാക്കിയിട്ട് നമ്മൾ അങ്ങോട്ടും ഇങ്ങോട്ടും സ്നേഹിക്കുക, അത് വളരെ ഇമ്പോർട്ടന്റ് ആണ്. അപ്പം എല്ലാത്തിനും ഏറ്റവും ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു കാര്യം, നമ്മൾ സ്നേഹിക്കുകയാണെങ്കിൽ നമുക്ക് പിന്നെ പരിഭവങ്ങൾ എവിടെയില്ല. അപ്പം ഇനി ശീലിക്കേണ്ട ഒരു കാര്യം, നിങ്ങൾക്ക് ഒരു സെൽഫ് ലവ് ഉണ്ടാവുക. നിങ്ങളെ സ്നേഹിക്കാനും, നിങ്ങളെ മനസ്സിലാക്കാനും, നിങ്ങൾക്ക് സമയം കണ്ടെത്താനും ശ്രമിക്കാൻ വേണ്ടിയിട്ടും കൂടെ നിങ്ങളൊരു ന്യൂ ഇയർ നിങ്ങൾ തയ്യാറെടുക്കുക.
നിങ്ങളുടെ ലൈഫിന്റെ 100% ഉത്തരവാദിത്വവും നിങ്ങൾ തന്നെ ഏറ്റെടുക്കാൻ വേണ്ടി ശ്രമിക്കാട്ടോ. പലപ്പോഴും അത് ചെയ്യാൻ മടിയായിരിക്കും അല്ലെ. നമ്മളിപ്പം എന്തായാലും നമുക്ക് ആരെങ്കിലും ഒരു സപ്പോർട്ട് എപ്പോഴും വേണം ചിന്തിക്കുന്ന ആൾക്കാരാണ്. നമ്മളിപ്പോ ചിലപ്പോൾ നമ്മൾ കരിയർ വൈസിൽ നമ്മൾ ഭയങ്കര റെസ്പോൺസിബിൾ ആയിരിക്കും, പക്ഷെ നമ്മൾ വീട്ടിൽ ചില സമയത്ത് നമ്മളെല്ലാം മറ്റുള്ളവരെ ചാരിക്കൊണ്ടായിരിക്കും, എല്ലാവരും ചെയ്യണം ആക്കണം എന്നുള്ള രീതിയിൽ. അല്ലെങ്കിൽ നമ്മളിപ്പം ഒരു കരിയർ വൈസിലാണെങ്കിലും നമുക്ക് നമ്മുടേതായ ഒരു പാർട്ടിൽ നമ്മൾ ചെയ്യും, ബാക്കി ആരെങ്കിലും ഒക്കെ എപ്പോഴും സപ്പോർട്ട് ചെയ്തുകൊണ്ടേ ഇരിക്കണം എന്ന് ചിന്തിക്കുന്നവരെ. അങ്ങനെയല്ലാതെ നിങ്ങളുടെ ഉത്തരവാദിത്തങ്ങളെ എല്ലാം നിങ്ങൾ തന്നെ 100% ചെയ്യും എന്നുള്ളൊരു ഉറപ്പ് വെച്ചുകൊണ്ട് അടുത്ത വർഷത്തേക്ക് കാലെടുത്ത് വെക്കാൻ വേണ്ടിയിട്ട് ശ്രമിക്കാട്ടോ. അത് നമ്മളെ ലൈഫിനെ ഒരുപാട് നമ്മളെ സക്സസിലേക്ക് എത്തിക്കാൻ സഹായിക്കുന്ന ഒരു കാര്യമാണ്. നമുക്ക് ചുറ്റും 100,000 ആൾക്കാരുണ്ടാവും, നമുക്ക് ചിലപ്പോൾ പറഞ്ഞാൽ ചെയ്യാനും ഇതാക്കാം, പക്ഷെ നമ്മൾ ചെയ്ത പോലെ ആവോ? അത്ര തൃപ്തി ഉണ്ടാവോ? നമ്മൾ ഒന്ന് ചിന്തിക്കാം, ഞാൻ എന്റെ മനസ്സിൽ എത്രത്തോളം തൃപ്തി, ഒരു കാര്യം ചെയ്യുമ്പോൾ എത്ര തൃപ്തി കിട്ടോ അത്രയും ഒരാൾ ചെയ്തു തന്നാൽ ഉണ്ടാവോ? ഉണ്ടാവില്ല. അപ്പൊ ഒരു വ്യക്തി അത് നമുക്ക് ഒരു വ്യക്തിക്ക് ചെയ്തു കൊടുക്കുമ്പോൾ ചിലപ്പോൾ നമ്മൾ ഒരുപാട് പെറുപിറുക്കില്ലേ, അപ്പൊ നമുക്ക് വേണ്ടി അവർ ചെയ്യുമ്പോൾ എത്രത്തോളം അവർക്ക് അത് ഉണ്ടാവും, അതൊക്കെ ഒന്ന് ചിന്തിക്കാൻ വേണ്ടിയിട്ടുള്ള ഒരു ടൈമും കൂടിയാട്ടോ ഇത്. അപ്പൊ തീർച്ചയായിട്ടും നിങ്ങളെ ലൈഫിൽ എന്ത് റെസ്പോൺസിബിലിറ്റി ആയാലും അത് നിങ്ങൾ തന്നെ 100% ഏറ്റെടുത്ത് ചെയ്യാൻ വേണ്ടിയിട്ട് ഒരു തീരുമാനം എടുക്കുക, മുന്നോട്ടേക്ക് ഇറങ്ങാം. ആദ്യമൊക്കെ ഒരു ലെസ്നെസ് ഒക്കെ ഫീൽ ചെയ്യും, കാരണം എപ്പോഴും എന്തെങ്കിലുമൊക്കെ സഹായങ്ങൾ എല്ലാവരിൽ നിന്നും പ്രതീക്ഷിച്ചുകൊണ്ടിരുന്ന ആൾക്കാരാണെങ്കിൽ തീർച്ചയായിട്ടും ഉണ്ടാവും. പക്ഷെ നിങ്ങളുടെ ലൈഫ് സക്സസ് ആവണമെങ്കിൽ, നിങ്ങൾക്ക് മുന്നോട്ടേക്ക് ഒരു സക്സസ്ഫുൾ ലൈഫ് വേണമെങ്കിൽ തീർച്ചയായിട്ടും ഈ ഒരു കാര്യം നിങ്ങളെ ലൈഫിലേക്ക് കൊണ്ടുവരാൻ വേണ്ടിയിട്ട് നിങ്ങൾ ശ്രമിക്കാട്ടോ. സ്റ്റാർട്ട് ക്രിയേറ്റിംഗ് ദ ലൈഫ് യു വാണ്ട് ടു നൗ. ഇതാട്ടോ ലാസ്റ്റ് പോയിന്റ് എനിക്ക് പറയാനുള്ളത്. ഇപ്പൊ തുടങ്ങാൻ നിങ്ങൾക്ക് ലൈഫ് ചേഞ്ച് വരുത്തണം. ഞാനിപ്പോൾ ഇട്ടിട്ടുള്ളത് 2026 എന്തൊക്കെ തിങ്സ് നിങ്ങൾക്ക് കൊണ്ടുവരാം ഒരു ഹാബിറ്റ് പോലെ എന്നുള്ള രീതിയിലാണ് നിങ്ങൾക്ക് ഇതിന്റെ വീഡിയോ ഇട്ടിട്ടുള്ളത്. ഇത് കാണുമ്പോൾ ശരിക്കും എല്ലാവരും ഇപ്പോൾ ന്യൂ ഇയറിന് വേണ്ടിയിട്ടുള്ള ചിന്തകളിലായിരിക്കും, എന്ത് റെസൊല്യൂഷൻസ്, എന്തൊക്കെ ഇപ്പോൾ എല്ലാം പോയി, ഈ വർഷം മൊത്തം പോയി, പോട്ടെ സാരില്ല, അടുത്ത വർഷം അങ്ങനെ സ്റ്റാർട്ട് ചെയ്യണം എന്നൊക്കെ ചിന്തിച്ചിട്ടായിരിക്കും എല്ലാവരും ഇത് സ്റ്റാർട്ട് ചെയ്യുന്നത്. പക്ഷെ ഞാൻ നിങ്ങളോട് പറഞ്ഞത് ഇപ്പം നമ്മളെ ലൈഫിന് ഒരു ഡേറ്റ് ഒന്നുമില്ല കേട്ടോ. നമ്മളെ ലൈഫ് നമുക്കൊരു റീസ്റ്റാർട്ട് ചെയ്യണം നമ്മൾ ചിന്തിക്കുകയാണെങ്കിൽ അതിനൊരു ഡേറ്റ് ഒന്നുമില്ല, ഇന്ന ഡേറ്റ് തുടങ്ങിയാൽ മാത്രമേ നന്നാവുന്നുള്ളത്. അങ്ങനെയാണെങ്കിൽ ഈ ജനുവരി 1 തുടങ്ങിയത് നിങ്ങൾക്ക് ഇപ്പൊ നന്നായിട്ടുണ്ടാവില്ലേ? കുറേയൊക്കെ മാറ്റങ്ങൾ എല്ലാവർക്കും ഉണ്ടായിട്ടുണ്ടാവും. എന്നാൽ പോലും എനിക്ക് പറയാനുള്ളത് ഒരു ഡേറ്റ് ഒന്നുമില്ല കേട്ടോ ഒരു കാര്യം സ്റ്റാർട്ട് ചെയ്യാൻ വേണ്ടിയിട്ട്. അപ്പൊ എനിക്ക് നിങ്ങളോട് പറഞ്ഞു, നിങ്ങൾ ഈ വീഡിയോ കണ്ടിട്ട് അപ്പോൾ ജനുവരി 1 മുതൽ ഞാൻ സ്റ്റാർട്ട് ചെയ്യാം എന്ന് വിചാരിക്കുകയാണെങ്കിൽ നിങ്ങൾക്ക് തുടങ്ങാൻ പറ്റുമോ? ഇല്ല. അപ്പൊ എനിക്ക് നിങ്ങളോട് പറയാനുള്ളത്, നമ്മൾ എന്തെങ്കിലും ഒരു കാര്യം ആരെങ്കിലും പറഞ്ഞു കേട്ടു, നമ്മൾ ഇൻസ്പയർഡ് ആയി, അല്ലെങ്കിൽ ആരെങ്കിലും പറഞ്ഞ് നമ്മൾ മോട്ടിവേറ്റഡ് ആയി, ആ ഓൺ ദ സ്പോട്ടിൽ അത് ചെയ്യാൻ വേണ്ടി ശ്രമിക്കാൻ തുടങ്ങാം. നമ്മുടെ ലൈഫിൽ ഹാബിറ്റ്സ് സ്റ്റാർട്ട് ചെയ്യുക, ചേഞ്ച് ചെയ്യാൻ സ്റ്റാർട്ട് ചെയ്യുക. അപ്പോൾ മാത്രമേ നമ്മളിലേക്ക് അത് വർക്ക് ആവുള്ളൂ. ഇല്ലാതെ നമ്മളിത് ഓരോന്ന് കേട്ട് നമ്മൾ വിഷ് ലിസ്റ്റിൽ ഇടുക, അല്ലെങ്കിൽ നമ്മൾ സേവ് ചെയ്ത് വെക്കുക, എന്ത് ചെയ്തിട്ട് ഒരു കാര്യമില്ല, പിന്നീട് നമ്മൾ തിരിഞ്ഞു നോക്കില്ല. ഇപ്പൊ നിങ്ങൾ സ്റ്റാർട്ട് ചെയ്യാണോ, തീർച്ചയായിട്ടും ഒരു മാറ്റം നിങ്ങൾക്ക് എന്തായാലും അടുത്ത വർഷം ഉണ്ടാവും. അപ്പം നിങ്ങൾ എല്ലാവരും ഇപ്പൊ തന്നെ നിങ്ങളുടെ ലൈഫിൽ ചെറിയ ചെറിയ മാറ്റങ്ങളും ഹാബിറ്റ്സുകളും കൊണ്ടുവരുമെന്ന് ഞാൻ വിശ്വസിക്കുന്നു. അങ്ങനെ കൊണ്ടുവരാൻ താല്പര്യമുള്ളവരാണെങ്കിൽ തീർച്ചയായിട്ടും കമന്റ് ചെയ്യാം കേട്ടോ. നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ലൈക്ക് ചെയ്യാനും അതേപോലെ തന്നെ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തിട്ട് സപ്പോർട്ട് ചെയ്യാനും മറക്കരുത്.